എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നീ എന്തുദ്ദേശിച്ചിട്ട് ഈ പിശാചിനെ കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്? നിന്റെ കല്യാണക്കാരൻ നാട്ടിലറിഞ്ഞാ പിന്നെ നിന്റെ ഭാവി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതിനാര് നിൽക്കുക നാട്ടില്? എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ സെറ്റിൽ ചെയ്യാനേ ഇഷ്ടം. പിന്നെ മാത്യു സാറ് പറഞ്ഞത് അണ്ണനും കേട്ടല്ലേ, മാഡത്തിനെ കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തണമെന്ന്. ഇങ്ങനെ ഒരു നമ്പർ ഇട്ടില്ലെങ്കിൽ ആ പിശാച് എന്റെ കൂടെ വരുമോ? മാത്രല്ല മാഡത്തിനെ ഭാര്യയാക്കി നാട്ടിൽ കൊണ്ടിട്ട് എനിക്കൊരു കാര്യമുണ്ട്. മനസ്സിലായി. അതൊന്നും അല്ല. പിന്നെ നാട്ടിൽ എനിക്കിട്ട് സ്ഥിരം പണി തരുന്ന ഒരാളുണ്ട്. അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കാനാ. കൂട്ടത്തിൽ എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിയ അവളോട് പ്രതികാരവും. ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ കേട്ടാ ഇത് വല്ലതും നടക്കൂ? അണ്ണൻ കരുതുന്ന പോലെ ഞാനത്ര പാവമൊന്നുമല്ല. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി സ്വഭാവം അറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. അല്ല, അഞ്ചരയായിട്ടും അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇനി ആ പിശാചിന്റെ മനസ്സെങ്ങാനും മാറി കാണുമോ? കരുനാക്ക് കുറച്ചൊന്നും പറഞ്ഞേക്കല്ലേട്ടാ. അതെ, അവളോട് പ്രതികാരം ചെയ്യുമ്പോ എന്റെയും കൂടെ ചേർത്തങ്ങ് കൊടുത്തേക്കണം. അവസരം കിട്ടിയ ഒന്ന് പീഡിപ്പിച്ചു വിട്ടേരും. ആ ചട്ടത്തരം ഞാനും ചെയ്യില്ല. എനിക്ക് അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാ. പിന്നെ ഈ പീഡന കേസിലെ പ്രതികളൊന്നും അമ്മയും പെങ്ങന്മാരില്ലാത്തവരല്ലേ? വന്ന് ടാക്സിയില്. ഇത് ശരിയാവില്ല. സാരി ഉടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ജീൻസും ഒരുമാതിരി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇത്. അതെ, നിന്റെ വീട്ടുകാരെ എന്താ വിളിച്ചേ? നീന്ന ഒരു ഭാര്യ ഭർത്താവിന് ഇങ്ങനെയാണോ വിളിക്കുന്നേ? അതെ, ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് കാണാൻ മനുവേട്ടന്റെ വീട്ടുകാരെ ട്രെയിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ വിളിച്ചേ? മനുവേട്ടൻ. എടാ, നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. ഈ വിളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനുവേട്ടാ? ഇതൊരംഗപ്പുറപ്പാടായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇവളവിടെ പെട്ടി കിടക്കാനുള്ള പരിപാടിയാ. എന്താണത്? എന്റെ പെട്ടികളാണ് ഏട്ടാ. ഇത്തരം പെട്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അതിൽ മനു ഇടപെടുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോ ഇതൊക്കെ കൂടി എന്നോട് ചുമക്കാൻ പറഞ്ഞേക്കരുത്. ഇല്ല, എന്റെ പെട്ടികൾ എടുക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെയോ ഹെൽപ്പ് വേണ്ട. ഓ ആണോ? എന്നാ വരൂ, വരിക. ഒരു ഹോളിഡേ ട്രിപ്പിന് പോവാന്ന് കരുതിയാ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആ കൂട്ടുകാരി പെണ്ണൊന്ന് പറഞ്ഞുവിടും. അവിടെ ഇത് കണകുണ സംസാരിച്ച് ആ ശവത്തിന്റെ മനസ്സങ്ങനെ മാറേണ്ടല്ലോ. എല്ലാ പണിയും പാടും. അതെ, ട്രെയിൻ നില വിളിച്ച് നീ പോയി കയറ്, വേഗം കയറ്. Cigarette smoking and alcohol consumption is injurious to health. ഇതേതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ? ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? ഇത് ശരിയാവില്ല. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ എം സ്റ്റാർവിംഗ്. എനിക്കെന്തും കഴിക്കണം. കഴിക്കാൻ ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച നെരസ്റ്റ്, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളോട, സുഖയൻ, മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്ന്. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം, മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതർ ബണ്ണ? ബണ്ണൊന്നും ഇവിടെ ഇല്ല. ബണ്ണല്ല, മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ 2 ഗ്ലാസ് കൊടുത്തേ. കടിയില്ലാന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം മുട്ടക്കറിയും പുട്ടും കടലയും. ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നത്. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ.
ഷോ മി യുവർ ഹാൻഡ്സ്. എന്താണ് തന്റെ കൈയൊന്ന് കാണിക്കാൻ. ആ, എന്താ കുഴപ്പം? ഒരു സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നത്? പിന്നല്ലാതെ? നിനക്ക് നഖമൊന്ന് ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണു. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. ആര് കഴിക്കാറിട്ട് ഇതാ കഴിക്ക്. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഏയ്, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ വിലയാ? ആ, ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസ് ആണ് അത്രേ, ബോസ്. ചേച്ചി ഓ, ഒന്നും കൂടെ വരൂ. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചു കൊടുക്കും. yeah, come in. വരൂട്ടോ. ഏയ്. സോറി, ചെല്ലൂട്ടോ. ഇതൊന്ന് പിടിക്കേ. ഏ വാ. തലക്കിടിച്ച് കൊല്ലോ. സൂക്ഷിച്ചേട്ടാ. അയ്യോ. നിർത്ത്. ഓ, ഭൂമി കാലൂത്തി. എത്രയാ? 150. 150? അതെ, 150. അപ്പൊ ഇതെനിക്ക് വിൽക്ക? എന്താണോ? അല്ല, അതെ, എന്റെ ചേട്ടാ, വേറെ 2.5 കിലോമീറ്ററിന് 150 രൂപ. ആ, അതന്നെ ചെയ്യാനാ. ഈ തല്ലിപ്പൊളി വഴികളെ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ താൻ നന്നാക്കി തരുമോ? ഇല്ല, ആ പണി ആ, എനിക്കറിയില്ല. അപ്പൊ ചിലക്കാതെ മര്യാദക്ക് 150 രൂപ ഇങ്ങോട്ടെ. ഞങ്ങളുടെ ഷോക്ക് അബ്സോർവർ ലെവലായി. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ മതി. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലുണ്ടല്ല. അയ്യോ, സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റാ? അതെ, ഞങ്ങള് ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. മറ്റവന്മാര് ഭരിക്കുമ്പോ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ചത് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ കുഴപ്പാ. അയ്യോ, ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗ. ഒളിച്ചെടുക്കണം. നിങ്ങൾ എന്നെ വേണ്ടുമ്പോഴേ കാണിക്കുന്ന എന്റെ ഓട്ടോറിക്ഷ വെട്ടി മറിച്ചിടാൻ നോക്കുക. പെണ്ണുപിള്ളയോ? വീട്ടിൽ പോയി പറയണോ? എന്താ പറഞ്ഞ? ചേട്ടാ, കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഏയ്, you? ഞാൻ മനു വർമ്മ. തനിക്ക് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? നോക്കി നിൽക്കാതെ ഒന്ന് സഹായിച്ചൂടെ? അത് ശരി, ആജ്ഞാപിക്കുന്ന. ചേട്ടാ, വിട്, ഞാൻ എടുത്തോളാം. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ കൊയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കാണിച്ചിരുന്ന കുട്ടനാട് എന്ന് രക്ഷപ്പെട്ടേനെ. എന്താ പറഞ്ഞേ? ലാൽ സലാം സഖാവേ. ആ, വിതക്കില്ല, കൊയ്യാൻ നടക്ക. അയ്യോ, വാ. വേണ്ടെങ്കിൽ ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലേട്ടല്ലേ? ആ, അത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടിയതാ. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. 2 കിലോമീറ്റർ ഈ പെട്ടിയെല്ലാം ചുവന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്. ഇതൊന്നും കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഒരു ടാക്സി പിടിച്ചാ പോരെ? എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടി ഒന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ഹോ, ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോരാൻ തോന്നിയത്? അല്ല, അത് വഴിയല്ല, ഇത് വഴി. ആ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. Wow, it's really beautiful. ഇതൊക്കെ എന്ത് ബ്യൂട്ടി. ബ്യൂട്ടിനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വാ, അല്ലെ ബാഗ് പിടിച്ചോണ്ട് നിൽക്കാനാണോ പ്ലാൻ? അതെ, ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റിയാ. നോ 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 നോ, അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ. ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത്. ഇയാൾക്ക് 2 ബാഗിലുള്ളൂ. 2 കുട്ടികളൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നിനെടുത്ത് ഒക്കത്തും വെക്കണം, മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം. ഭർത്താക്കന്മാരെന്ന് പറയുന്നവര് പട നയിക്കുന്ന വീരാളിയെ പോലെ ഇതാ ഇങ്ങനെ നടക്കണം. Come on, follow me. ഹേയ്, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഹേയ്, ഇതാണ് താറാക്കൂട്ടം. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും. ഇതിനൊരു നാണമില്ലേ?
ഞാൻ വീഴുവേ. അയ്യോ, അയ്യോ, വീഴേ. അയ്യോ. ഞാനെവിടെയാ? പണ്ട് ഇങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കായല് വല്ലാണ്ട് വളർന്നു തോന്നുന്നു. Oh my god.